Good morning. Okay. നമ്മള് ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ്? ആറാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഫോർത്ത് മൊഡ്യൂളിലെ ചാപ്റ്റർ 6 ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ എടുക്കാം കേട്ടോ. ആറാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. Chapter 6 an overview of health and hospital administration. Page number 40 ആണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? 40 അല്ലേ? ഓക്കെ. നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചതല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് നമ്മൾ ഓവർവ്യൂ എന്ന് വെച്ചാൽ ഒരു അവലോകനം എന്തിനെ കുറിച്ച്? ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു അവലോകനം. നമുക്കറിയാം എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ്, ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് മീനിങ് ആണ്. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, എല്ലാവരും എടുത്തില്ലേ? ഫസ്റ്റ് സെന്റൻസ് ഫസ്റ്റ്. ഓക്കെ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, health care administration, health care management or hospital management is the field that is related to leadership, management and administration of public health system, health care system, hospital and hospital network in all the primary, secondary and tertiary sectors. ഒരു ഇത്തിരി ലെങ്തി സെന്റൻസ് ആണ് ആ ഒരു നമ്മള് പറഞ്ഞത്. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് വായിക്കണ പോലെ തന്നെ ബാക്കിന്ന് ഒടുങ്ങി പറഞ്ഞു പോകാം. സെന്റൻസ് ഒരു ഇത്തിരി ലെങ്തി ആണുള്ളൂ. പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സിമ്പിൾ ആണ്. അപ്പോ എന്താണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താ? ഇസ് ദ ഫീൽഡ്. അതൊരു മേഖലയാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? നോക്കിയേ, എല്ലാ പ്രൈമറി, ബാക്കിന്ന് ഒടുങ്ങി നോക്കാം കേട്ടോ. എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിൽ പെട്ട നമ്മള് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസിൽ പഠിച്ചില്ലേ? നമ്മള് PHSC ഒക്കെ പഠിച്ചതല്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സ്. എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിൽ പെട്ട ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ പൊതുജന ആരോഗ്യ സംവിധാനം, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റലിന്റെ, ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെ. ഇനി പറഞ്ഞ ലാസ്റ്റ് സെന്റൻസിന്റെ ലാസ്റ്റ് ഒഴികെ നിങ്ങൾ മീനിങ് മനസ്സിലാക്കുക. എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റലിന്റെ, ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെ എന്താ? ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നേതൃത്വം. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ഈ എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റലിന്റെ, ഹോസ്പിറ്റൽ ശൃംഖലകളുടെ നേതൃത്വം, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭരണം. അതുമായി ബന്ധപ്പെട്ട ഫീൽഡാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നെല്ലാം പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ട ഫീൽഡാന്ന് പറഞ്ഞേക്കുന്നത്? സെന്റൻസ് ക്ലിയർ ആയോ? അത് എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റലിന്റെ, ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെ ലീഡർഷിപ്പ്,
മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫീൽഡാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അവിടെ നമുക്ക് ചോദിക്കാം കേട്ടോ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇതെല്ലാം സെയിം ആണ്. എന്താണ് ഇതെല്ലാം? അതൊരു ഫീൽഡാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന എല്ലാ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെയും ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും എല്ലാ ഹോസ്പിറ്റലുകളുടെയും എല്ലാ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്, ഹോസ്പിറ്റൽ ശൃംഖലകളുടെയും എന്നിവയുടെയും നേതൃത്വം മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡാണ്. സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ formulate, control and coordinate medical and health services for organizations and business. സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, ബിസിനസിനായിട്ട് എല്ലാ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സും എന്ത് ചെയ്യുന്നു? ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ രൂപപ്പെടുത്തുക, കൺട്രോൾ നിയന്ത്രിക്കുക, കോർഡിനേറ്റ് എല്ലാത്തിനെയും ഏകോപിപ്പിക്കുക, എന്ത്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. എല്ലാ ഓർഗനൈസേഷനും ബിസിനസിനും വേണ്ടിയിട്ട് മെഡിക്കൽ ഹെൽത്ത് സർവീസുകൾ രൂപപ്പെടുത്തുകയും അതിനെ നിയന്ത്രിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടെ അത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ബിസിനസിനും ഓർഗനൈസേഷനും ഒക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ ഹെൽത്ത് സർവീസുകൾ രൂപപ്പെടുത്തുകയും അതിനെ നിയന്ത്രിക്കുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അതിനെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. നെക്സ്റ്റ് നോക്കിയേ. ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവരെന്താ ചെയ്യുന്നേ? ഇറ്റ് മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങള് അത് കൈകാര്യം ചെയ്യുന്നു. അവിടുത്തെ സ്റ്റാഫിന്റെ ബെനിഫിറ്റ്സ്, അവരുടെ ആനുകൂല്യങ്ങൾ കൈകാര്യം ചെയ്യുകയും as well as create a connection between benefits and physician. എല്ലാ സ്റ്റാഫിന്റെയും ആനുകൂല്യങ്ങള് അതിനെ മാനേജ് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുകയും അതുപോലെ ആർക്കൊക്കെയാണോ അവിടെ ബെനിഫിറ്റ് കിട്ടുന്നത് അവരും ഫിസിഷ്യനും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതുവഴി ആർക്കൊക്കെയാണോ അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അവരും ഫിസിഷ്യനും തമ്മിൽ ഒരു കണക്ഷൻ നിലനിർത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തൊക്കെയാ ചെയ്യുന്നത്? മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് അത് കൈകാര്യം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർക്കൊക്കെയാണ് ആ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അവരും ഈ ഫിസിഷ്യനും തമ്മിൽ നല്ലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. These requirements. ഇനി അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് എന്ത് വേണം? നീഡ് എ ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ്. ബിസിനസ്സിന് നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം. ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്താവശ്യമാണെന്നാ പറഞ്ഞേക്കണേ? നീഡ് എ ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ്. ബിസിനസ്സിന് ഒരു നല്ലൊരു വിശാലമായ ബാക്ക്ഗ്രൗണ്ട് വേണം. ബിസിനസ് സ്കിൽസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ഹെൽത്ത് കെയർ ഫീൽഡ്. അത് മാത്രം മതിയോ? ബിസിനസ്സിന് കഴിവുകൾ ഉണ്ടായാൽ മാത്രം വരാം. അതുപോലെ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ഹെൽത്ത് കെയർ ഫീൽഡ്. ഹെൽത്ത് കെയർ ഫീൽഡില് പ്രത്യേക അറിവും വേണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് എന്ത് വേണം? അവർക്ക് ആ ബിസിനസ് സ്കിൽസില് നല്ലൊരു വിശാലമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ ഹെൽത്ത് കെയർ ഫീൽഡിനെ കുറിച്ച് പ്രത്യേക നോളജും വേണം. ഓക്കെ, ആ പാരഗ്രാഫ് ക്ലിയർ ആയോ നോക്കേ? ഓക്കെ,
ഒക്കെയാണല്ലേ. ഒന്നാമത്തെ സെന്റൻസിൽ നമ്മൾ ഇത്ര വലുതാണെന്നുള്ളൂ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് എന്തൊക്കെയാണ് പറയുന്ന പേരുകൾ എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇതെല്ലാം സെയിം ആണ്. എന്താ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ സെന്റൻസിൽ എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റലിന്റെ, ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെ ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫീൽഡാണ്. ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർ എന്ത് ചെയ്യുന്നു? അവര് ഫോർമുലേറ്റ് ചെയ്ത് രൂപപ്പെടുത്തുന്നു, കൺട്രോൾ ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. എന്ത്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ഫോർ ആർക്ക് വേണ്ടി? ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ്. ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഇറ്റ് മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങള് മാനേജ് ചെയ്യുന്നു. അപ്പൊ അതുവഴി ആർക്കൊക്കെയാണോ അവിടെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അവരും ഫിസിഷ്യനും തമ്മിൽ നല്ലൊരു കണക്ഷൻ നിലനിർത്തുന്നു. ഇനി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാർക്ക് എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ബിസിനസ് സ്കിൽസില് നല്ലൊരു വിശാലമായ ബാക്ക്ഗ്രൗണ്ട് വേണം. അതുപോലെ ഹെൽത്ത് കെയർ ഫീൽഡിനെ കുറിച്ച് സ്പെഷ്യലൈസ്ഡ് നോളജും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഓക്കെ, ആ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഫോർമുലേറ്റ് കൺട്രോൾ ആ ഒരു സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. പിന്നെ അടുത്തതും ഒന്ന് നോട്ട് ചെയ്തോ. മാനേജ് ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻ. ഇതെല്ലാത്തിനും അവർക്ക് എന്ത് വേണം? ബിസിനസ് സ്കിൽസിൽ വിശാലമായ ബാക്ക്ഗ്രൗണ്ട്, സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം ഹെൽത്ത് കെയർ ഫീൽഡില്. ഇനി അടുത്ത് നോക്കിയേ, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ? നേച്ചർ, സ്വഭാവം, സ്കോപ്പ്, സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓഫൺ called health administration and medical administration. Underline ചെയ്തു വെച്ചേ. Health care administration is also called health administration and medical administration. It includes ഇതിനകത്ത് ഉൾപ്പെടുന്ന making both the daily and long-term decision that indicate the health care system as business strategies. In the long-term decision, it includes making both the daily and long-term decision. അതായത് ദിവസേനയുള്ളതും ദീർഘകാലവുമായിട്ടുള്ള തീരുമാനങ്ങള്. That indicates, അതെന്താ ഇൻഡിക്കേറ്റ് the health care system as a business strategy. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ എന്താണ്? ഒരു ബിസിനസ് തന്ത്രങ്ങളെ, ബിസിനസ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ ഒരു ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി ഉള്ളതും ലോങ് ടേം ഡിസിഷൻ, ദീർഘകാലമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ദീർഘകാലമായിട്ടുള്ള, ദിവസേനയുള്ളതും ദീർഘകാലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. Then health administration is the practice which manage, lead, oversees, administers the operation of a dynamic, complex healthcare entities സ്ഥാപനങ്ങൾ, including hospitals, long-term care facility, health care system, nursing home, pharmacies, and health insurance providers. ഫസ്റ്റ് സെന്റൻസ് ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാതെ കേട്ടോ. is also called എന്ന് ചോദിക്കാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജീസ്, ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി ഉള്ളതും ലോങ് ടേം ഡിസിഷൻ, ദീർഘകാലമായിട്ടുള്ള
ദീർഘകാലമായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ദിവസേനയുള്ള കാര്യങ്ങളും അതുപോലെ ദീർഘകാലത്തേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. ക്ലിയർ ആയോ? ആ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. മൊത്തത്തില് നമ്മളൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ഒരു അവലോകനം, ഓവർവ്യൂ ആണ് പറയുന്നത് കേട്ടോ. എന്നെ ഫോളോ ചെയ്ത് പോരുന്നില്ല എല്ലാവരും? ഇത്തിരി വലിയ സെന്റൻസ് ആണുള്ളൂ. ആദ്യത്തെ ഒരു ഇച്ചിരി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, എന്താ പറഞ്ഞത് നമ്മൾ അവിടെ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഓൾസോ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആണ്. ഇതെന്താ പറയുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ദിവസേനയുള്ളതും ദീർഘകാലവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്ത സെന്റൻസ് എന്താ പറഞ്ഞേക്കണേ നോക്കിയേ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രൊഡക്റ്റീവ്സ് which manage, lead, oversees, administers the operation of dynamic complex healthcare entities including, അവിടെ തുടങ്ങി നോക്കിയേ, ഹോസ്പിറ്റലുകളുടെ, ലോങ് ടേം കെയർ ഫെസിലിറ്റികളുടെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, നഴ്സിംഗ് ഹോമിന്റെ, ഫാർമസീസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായവയുടെ ശക്തമായിട്ടുള്ള, ഡൈനാമിക്, ശക്തവും സങ്കീർണവുമായിട്ടുള്ള ആരോഗ്യ പരിചരണം നൽകുന്ന ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക, അതിനെ ലീഡ് ചെയ്യുക, അതിന് വേണ്ട നേതൃത്വം കൊടുക്കുക, ഓവർസീസ്, മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ അവിടെ തുടങ്ങി നോക്കിയേ, ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികളുടെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, നഴ്സിംഗ് ഹോം, ഫാർമസി ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായവയുടെ എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ? ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ്, അല്ലെ, ശക്തവും സങ്കീർണമായിട്ടുള്ള കെയർ കൊടുക്കുന്ന, അല്ലെ, പരിചരണം നൽകുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള്, ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ മേൽനോട്ടം, മാനേജ്, അല്ലെ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൃത്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. അതല്ലേ ഓവറോൾ മാനേജ്മെന്റ് അല്ലേ നമ്മള് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ എന്താണ് കൃത്യമായ കാര്യങ്ങള് മാനേജ് ചെയ്യുക, അതിനെ ലീഡ് ചെയ്യുക, അതിന് വേണ്ട ലീഡർഷിപ്പ്, നേതൃത്വം കൊടുക്കുക, അതിനെ ഓവർസീസ്, മേൽനോട്ടം വഹിക്കുക, മേൽനോട്ടം വഹിക്കുക, അതാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതാണ് പ്രാക്ടീസ്. ക്ലിയർ ആയില്ലേ രണ്ട് സെന്റൻസും? ഇനി നെക്സ്റ്റ് നോക്കിയേ, the importance of healthcare administration involves helping a facility operate daily, preparing programs for the public, training new employees and assisting every patient. The importance of healthcare administration involves dash. ഈ healthcare administration പ്രാധാന്യം, അതിന്റെ ഇമ്പോർട്ടൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുന്നത്? ഓക്കെ, ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി, അതായത് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഡെയിലി, ഓരോ ദിവസവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്, അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക, അത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ അതിന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നത്? എന്താ ചെയ്യുന്നേ? ആ ഒരു ഫെസിലിറ്റി, ഇപ്പൊ ഹോസ്പിറ്റൽ ആവാം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആവാം, അതിന്റെ അവിടുത്തെ ദിവസേനയുള്ള പ്രവർത്തനങ്ങള് അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സഹായിക്കുക. അഡ്മിനിസ്ട്രേഷൻ സഹായിക്കണം. അഡ്മിനിസ്ട്രേഷൻ
സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവരെ നല്ല രീതിയിൽ ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ സഹായിക്കുക. ഇനി പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്, പബ്ലിക്കിനായിട്ട് പൊതുജനങ്ങൾക്കായിട്ട് പ്രോഗ്രാമുകൾ തയ്യാറാക്കുക. പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ പബ്ലിക്, പബ്ലിക്കിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ തയ്യാറാക്കുക. ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, ജോലിയിലേക്ക് പുതിയതായി കയറുന്ന എംപ്ലോയീസ് വെക്കില്ലേ, അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, കണ്ടോ, എല്ലാ പേഷ്യൻസിനെയും അസിസ്റ്റ് ചെയ്യുക, അല്ലെ, എല്ലാ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതെല്ലാം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദിവസേന പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക, പബ്ലിക്കിന് വേണ്ടി പ്രോഗ്രാംസുകൾ തയ്യാറാക്കുക, ജോലിയിലേക്ക് പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അടുത്തതെന്താ? അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, എല്ലാ പേഷ്യൻസിനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതെല്ലാം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? കറക്റ്റ് ആക്കി മനസ്സിലാവണില്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എക്സാമിന് പഠിക്കുന്നതിനേക്കാള് ഉപരിയായിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പഠിച്ചു. പിന്നെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കാൻ പോലെയുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 ചാപ്റ്റർ ഉണ്ട്. ആദ്യം നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. ഇനി 4th മൊഡ്യൂളിലാണ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഉണ്ട്. ഇനി ഒരെണ്ണം റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 3 ചാപ്റ്ററുകൾ കണക്ട് ചെയ്തിരിക്കുന്ന 3 നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് നിങ്ങൾ എന്തായാലും അത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഓരോന്നും എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ എന്ന് ചോദിക്കണേ. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അഞ്ജുഷ വൈകിയാണോ കയറിയത്? വൈകി കയറിയിട്ടാണോ? അതെ, ഓക്കെ. ഇതൊന്ന് കുറച്ചെടുത്തിട്ട് പറയാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കേട്ടോണ്ടിരിക്കണവർക്ക് പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇതല്ല. നെക്സ്റ്റ് നോക്കിയ അപ്പൊ ആ ഒരു ഇത് അണ്ടർലൈൻ ചെയ്ത് ഇടുക കേട്ടോ. ക്ലാസ്സിൽ കയറിയവർക്കൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ? നമ്മൾ ആദ്യം മുതൽ എടുത്തത് ഓക്കെ അല്ലേ? അഞ്ജുഷ ഇവിടെ ചോദിച്ചു. അതിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വേഗം പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ക്ലാസ് റൂം ഓപ്പൺ ആയിരുന്നില്ല, കുഴപ്പമില്ല കേട്ടോ മഞ്ജുഷ, ഞാൻ പറഞ്ഞുതരാം. ഇനി നോക്കിയേ, ഇനി എന്താണ് റോൾ? എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു റോൾ? എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ടത്? നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് എവരിഡേ ആക്ടിവിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ് ഡാഷ് ആർ അക്കൗണ്ടബിൾ ഫോർ, അങ്ങനെ ഡാഷ് ഇട്ട് ചോദിക്കും. ഇനി എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഉത്തരവാദിത്വം? ഒരു പോസ്റ്റ് കിട്ടി, ജോലി കിട്ടി, അവിടെ കയറി വെറുതെ ഇരുന്നാൽ മതിയോ? എന്താ അവർ ചെയ്യേണ്ടത്? ഫോർ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ആൻഡ് സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള മേൽനോട്ടം കൊടുക്കുക. ദ ഹെൽത്ത് സർവീസസ് ആൻഡ് എവരിഡേ ആക്ടിവിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ ദിവസേനയുള്ള പ്രവർത്തനങ്ങള് എല്ലാ ദിവസവും ഹോസ്പിറ്റലിലാണെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലാണെങ്കിലും നടക്കുന്ന എല്ലാ ദിവസത്തെ പ്രവർത്തനങ്ങള് അല്ലെ? ഹെൽത്ത് സർവീസസ്, ആ എല്ലാ ദിവസമുള്ള നടക്കുന്ന പ്രവർത്തനങ്ങള് അതിനെ എന്ത് ചെയ്യുക? പേജ് നമ്പർ 40 ട്ടോ. 40 ആണ് 40.
അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓർഗനൈസ് ചെയ്യുക. എന്താ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. സൂപ്പർവൈസിംഗ് ദ ഹെൽത്ത് സർവീസസ്, ഹെൽത്ത് സേവനങ്ങൾ, ആരോഗ്യ സേവനങ്ങളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. അല്ലെ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എല്ലാ സർവീസും ഒക്കെ ആണോ, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മേൽനോട്ടം വഹിക്കുക. ഇതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനാണ്. അണ്ടർലൈൻ ചെയ്തേ. ഒരു ഹോസ്പിറ്റലിന്റെയോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ ദിവസേന നടത്തുന്ന പ്രവർത്തനങ്ങള് അത് സംഘടിപ്പിക്കാനും അതിന് വേണ്ട മേൽനോട്ടം വഹിക്കാനുമുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്. ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ non-clinical functions included in operating a healthcare facility, from daily operation to staffing to budgeting and finance to long-term strategic planning, to make sure that the success of the healthcare provider or system. Okay, last നോടിങ്ങി നോക്കിയേ. ഇതൊക്കെ ചിലതൊക്കെ ഇത്തിരി വലിയ സെന്റൻസാ, പക്ഷെ പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. എന്താന്ന് നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താ? ഇറ്റ്സ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തേ. is the management of all the non-clinical functions. എല്ലാ നോൺ ക്ലിനിക്കൽ, ചികിത്സാ സംബന്ധമല്ലാത്ത നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെയും മാനേജ്മെന്റ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡഡ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാ? ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ആ സിസ്റ്റം, അതിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം, ആ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവര്, പ്രൊവൈഡർ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി ദീർഘകാലമായിട്ടുള്ള ആസൂത്രണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. അതെങ്ങനെയാ? ഫ്രം ഡെയിലി ഓപ്പറേഷൻ ടു സ്റ്റാഫിംഗ് ടു ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ്. കണ്ടോ? എന്താ? ദൈനംദിന പ്രവർത്തനങ്ങളുടെ എല്ലാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടമാണ്. അല്ലെ? അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിനെ പ്രവർത്തിപ്പിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുക. ഫ്രം എവിടെന്ന്? ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ മുതല്, പിന്നെ സ്റ്റാഫിംഗ് നടത്തുക, അവിടുത്തെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, ഫിനാൻസ് മാനേജ് ചെയ്യുക തുടങ്ങിയ എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെയും മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാ? ടു മേക്ക് ദ ഷുവർ ദാറ്റ് ദ സക്സസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ഒന്നും കൂടി പറയുകയാണ്. ഓക്കെ, നോക്കി. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളുടെയും മാനേജ്മെന്റ്. അത് ഏതാ? ഇൻക്ലൂഡഡ്. ഏത് ഉൾപ്പെടുന്ന? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനങ്ങള് ഫ്രം ഏതാ? ദിവസേനയുള്ളത്, ഡെയിലിയുള്ള പ്രവർത്തനങ്ങള്, അവിടുത്തെ സ്റ്റാഫിംഗ് നടത്തുക, ബഡ്ജറ്റ് തയ്യാറാക്കുക, ഫിനാൻസ് ആസൂത്രണം ചെയ്യുക തുടങ്ങിയ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് ആണ്. അതെങ്ങനെയാ? ടു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിങ്, ഒരു ദീർഘകാലമായിട്ടുള്ള ആസൂത്രണമാണ്. ദീർഘകാലമായിട്ടുള്ള ആസൂത്രണമാണ്. എന്തിനു വേണ്ടി? ടു മേക്ക് ദ ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘകാലമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ആസൂത്രണമാണ് health care administration, and it is also the health care administration is also means that it is a management of all the non-clinical functions of the hospital. In non-clinical functions include ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് കെയർ ഫെസിലിറ്റിനെ പ്രവർത്തിപ്പിക്കുക, ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, സ്റ്റാഫിംഗ് നടത്തുക, ബഡ്ജറ്റ് തയ്യാറാക്കുക, ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യുക.
ഇങ്ങനെയുള്ള ദീർഘകാലമായിട്ടുള്ള പ്ലാനിങ് അത് ഉൾപ്പെടുന്ന ഒരു നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് അതിന്റെ മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ക്ലിയർ ആയോ? ഇത് എന്തിനു വേണ്ടിയാ? ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ വിജയം ഉറപ്പാക്കാൻ. ഇത്രയും പ്ലാനിങ്ങും കാര്യങ്ങളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘകാലപരമായിട്ടുള്ള ആസൂത്രണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ആ രണ്ടാമത്തെ പാരഗ്രാഫില് ആദ്യത്തെ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണ്ട്. ഇനി വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ഇനി എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ നെറ്റ്വർക്ക് administrators work behind the curtain to make extensive decisions for the healthcare facility or system. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നവര് എവിടെ നിൽക്കുന്നവരാണ്? വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ, ഒരു കർട്ടന്റെ ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ വിപുലമായിട്ടുള്ള വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു കർട്ടന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ സെന്റൻസ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുക? ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നേരിട്ട് നമ്മളവിടെ ഡോക്ടർ നമ്മൾ ചെന്നു മരുന്ന് മേടിച്ചു, ഡോക്ടറുമായിട്ടാണ് നമുക്ക് നേരിട്ട് ഇത് വരുന്നത്. എന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കുന്നത് ആരാ? അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലേ? ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അതാണ് പിറകിൽ നിൽക്കുക. ഇപ്പൊ നമ്മള് സിനിമ കാണാൻ നമ്മള് മോഹൻലാലിനെ മമ്മൂട്ടിനെ പൃഥ്വിരാജിനെ ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അവർക്ക് ആ ഒരു എന്താ പറയാ, അവര് പറയുന്ന ഓരോ കാര്യങ്ങൾ, ഡയലോഗ്, ഓരോ ഇതെല്ലാരും ക്യാമറ ഇതെല്ലാരും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്ക് ബോൺ അല്ലെ, ബാക്കിൽ ഒരുപാട് ആളുകളുടെ എഫേർട്ട് കൊണ്ടല്ലേ ആ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലെ? അതിന്റെ പിന്നിലുള്ള ഇതൊന്നും നോക്കൂല. നമ്മുടെ സിനിമയില് ഇവരെയാണ്, നമ്മുടെ ആക്ടേഴ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കഥ അല്ലെ, ആ ഒരു കഥയാണ് ശരിക്കും ആ സിനിമയുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. അത് എഴുതാ, പിന്നെ അതിന്റെ വേണ്ട നമുക്കിപ്പോ എന്താ മ്യൂസിക് കാര്യങ്ങള് എല്ലാരും ഒക്കെ എത്രയോ ഇതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എല്ലാം നോക്കിയാണ് നല്ല സൂപ്പർ ആണെന്നൊക്കെ പറയും. പക്ഷെ അത് ആ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെ, അവിടെ പിറകിൽ നിൽക്കണ ആരവിടെ? ഞാൻ പിന്നിൽ ഉള്ള എല്ലാവരെയും നോക്കും. ഓക്കെ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പിന്നിലുള്ള എല്ലാവരും നോക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ഒരാൾക്കുടെ മാത്രം ഒരു ഇതല്ലേ. ഇപ്പൊ ആ ഡോക്ടറിന്റെ ഡോക്ടർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ ഡോക്ടറിന് അവിടെയുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാരും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളത് എന്താ പറയാ, മാനേജ്മെന്റ് നമ്മള് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, എല്ലാരും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും പ്ലാൻ ചെയ്യാനും ഒക്കെ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അവരെവിടെ നിൽക്കുന്നവരാ? സിനിമയുടെ കാര്യം പറഞ്ഞാലും നമ്മള് ബാക്കിൽ നിൽക്കുന്നവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാവുന്ന ഒരു സിനിമയുടെ വിജയം എന്ന് പറയാണ്. അതുപോലെ അല്ലെ അവരെവിടെ നിൽക്കും? ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാര് എവിടെ നിൽക്കും എന്ന് പറഞ്ഞേ? വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ, കർട്ടന്റെ പുറകില് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവര് ആ കർട്ടന്റെ പിന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. അങ്ങനെ they directly handle the policy and the budget to generate better patient experience. അവരെന്ത് ചെയ്യുന്നു? അവര് അവിടുത്തെ പോളിസികള്, ഓരോ ഹോസ്പിറ്റലിലെ പോളിസികള്, ബഡ്ജറ്റ് ഇതെല്ലാം അവര് സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അവരത് തയ്യാറാക്കുന്നു. എന്തിനു വേണ്ടി? ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്,
രോഗികൾക്ക് മെച്ചപ്പെട്ട ഒരു അനുഭവം, ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് അല്ലെ, അവർക്കൊരു നല്ലൊരു അനുഭവം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവര് പോളിസി ബഡ്ജറ്റ് കാര്യങ്ങള് എന്ത് ചെയ്യുന്നു, അവർ മാനേജ് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു, ആൻഡ് എൻഷുർ ഉറപ്പുവരുത്തുന്നു ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. കണ്ടോ, ഗസ്റ്റിന്റെ സ്റ്റാഫിന്റെ പേഷ്യൻസിന്റെ സ്റ്റാഫിന്റെ ഒക്കെ സേഫ്റ്റി അവര് ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാ, ഒരു പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ഒരു ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് കിട്ടുന്നതിനും സൃഷ്ടിക്കുന്നതിനും പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനും എന്ത് ചെയ്യുന്നു, അവര് ഹോസ്പിറ്റലിലെ പോളിസി ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഡയറക്ട്ലി ഹാൻഡിൽ ദ പോളിസി ആൻഡ് ബഡ്ജറ്റ്. എന്തിനു വേണ്ടി നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് സൃഷ്ടിക്കുന്നതിനും മെച്ചപ്പെട്ട ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യുന്നതിനും ഗസ്റ്റിന്റെ സ്റ്റാഫിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനും. അടുത്ത് നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് തറോ നോളജ് ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ ദ പേഷ്യന്റ് കെയർ. എന്താണ് ഈ ഹോസ്പിറ്റൽ, ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നല്ല ആഴത്തിലുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഈ രോഗി പരിചയ ഹെൽത്ത് കെയറിന്റെ നമ്മുടെ നിയന്ത്രിതമായ ഒരു ചട്ടക്കൂടിനെ കുറിച്ച് എന്തുണ്ടായിരിക്കണം, ഒരു നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. Health care administrator have thorough knowledge of the regulatory framework in patient care. Patient care, രോഗി പരിചരണത്തിലെ ഒരു നിയന്ത്രിതമായ ചട്ടക്കൂടിനെ കുറിച്ച് അവർക്ക് ഒരു നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. Thorough knowledge underline ചെയ്തോട്ടോ സെന്റൻസ്. The responsibilities are completely different from the responsibility of the doctor or physician. ഇനി ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻമാർക്കുടെ റെസ്പോൺസിബിലിറ്റി ഏതാണ്, തികച്ചും വ്യത്യസ്തമാണ്. ആരുടെ നിന്ന്, ഒരു ഡോക്ടറിന്റെയോ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ശരിയല്ലേ? ഡോക്ടറോ ഫിസിഷ്യനോ നേരിട്ട് നമ്മൾ കെയർ ചെയ്യുന്നു, എന്നാല് അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാര് എന്ത് ചെയ്യുന്നു, ബാക്കിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസമല്ലേ? The responsibility, ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ഡോക്ടറിന്റെയോ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മനസ്സിലായോ? The responsibility completely different from the responsibility of the doctor or physician. ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. While the physician handles the patient directly, physician എന്ത് ചെയ്യുന്നു, പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. Then health care administrator supervise the facilities itself. ആ ഫെസിലിറ്റിനെ മേൽനോട്ടം വഹിക്കുക മാത്രമാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. ഈ ഒരു സൗകര്യം, ആ ഒരു ഫെസിലിറ്റിക്ക് വേണ്ട മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഫിസിഷ്യൻ ഓർ ഡോക്ടർ ഹാൻഡിൽ ദ പേഷ്യന്റ് ഡയറക്ട്ലി. അവര് നേരിട്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു സൗകര്യം അതിനുള്ള മേൽനോട്ടം വഹിക്കുന്നത്, ഇപ്പൊ ഡോക്ടറിന് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അതിനുള്ള ആ ഫെസിലിറ്റിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. And usually have a bachelor degree or master degree in the health care administration. Health care administration bachelor degree അല്ലെങ്കിൽ master degree ഉണ്ടായിരിക്കണം. Then അടുത്ത നോക്കിയേ, how to become a health care administrator. ഇനി നമുക്ക് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ, ഇപ്പൊ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്, while the physician handle the patient directly, then health care administrator supervise the facility itself. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ അതിന് മുന്നേ പറഞ്ഞത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമ്മുടെ രോഗി പരിചരണത്തിലെ നിയന്ത്രിതമായിട്ടുള്ള ചട്ടക്കൂടിനെ കുറിച്ച് ഒരു അഗാധമായിട്ടുള്ള ഒരു തറോ നോളജ് ഉണ്ടായിരിക്കണം. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ.
ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യും. ഇനി നോക്കിയേ, ഇനി എങ്ങനെ നമുക്കൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആക്കാം? ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് frequently interact with the doctor, nurse, surgeon and technician. ഇവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം? പതിവായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് ഡോക്ടർമാരുമായിട്ട്, നേഴ്സുമാരുമായിട്ട്, സർജനുമായിട്ട്, ടെക്നീഷ്യനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവര് ഇന്ററാക്ട് ചെയ്യണം. ഫ്രീക്വന്റ്ലി, പതിവായിട്ട് അവരുമായിട്ടൊക്കെ ഒരു നല്ലൊരു കണക്ഷൻ, ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം. They control the operation of the healthcare organization and seldom meet directly with the patient in the healthcare facility. ഇനി അവരെന്താ ചെയ്യുന്നത്? Healthcare administrators control the operation of healthcare organization. ഒരു healthcare operationsന്റെ പ്രവർത്തനങ്ങള്, ഒരു healthcare organizationന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതുപോലെ ആൻഡ് സെൽഡം മീറ്റ്, സെൽഡം എന്ന് പറഞ്ഞാൽ അപൂർവമായി, എപ്പോഴുമില്ല, അപൂർവമായി ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസുമായിട്ട് ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അപൂർവമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. And seldom meet directly with the patient in the healthcare facility. എപ്പോഴും പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല, അവര് അതിന്റെ ബാക്കിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അപൂർവമായിട്ട്, അത് ചില സാഹചര്യങ്ങളിൽ അവര് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഡയറക്ട്ലി സെൽഡം മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യൻസുമായിട്ട് ഇടയ്ക്ക് അപൂർവമായിട്ട് ചില സാഹചര്യങ്ങളിൽ അവരുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ, രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. Then, an administrator duty is to form the policy and run the facility and make better the patient experience. പറഞ്ഞ സെന്റൻസ് തന്നെയാണ്. ഇനി ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികള് ഫോം ചെയ്യുക, രൂപപ്പെടുത്തുക. ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ അല്ലെങ്കിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികള് രൂപപ്പെടുത്തുക. That runs the facility and make the എന്തിനു വേണ്ടി? better the patient's experience. കണ്ടോ? അതിലൂടെ പേഷ്യൻസിന്റെ ആ ഒരു അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതാണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Healthcare administration careers are necessary to successful and efficient healthcare facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു വിജയത്തിന്, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ വിജയത്തിന് എന്ത് ആവശ്യമാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കരിയർ ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. Owing to the continuous need for the healthcare facilities from the hospital to nursing home, healthcare administration is an important firm job for those who are interested in improving the healthcare policy. ഇനി ഈ ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള, from hospital to nursing home, hospital മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം, owing to continuous need, കണ്ട, തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം എവിടെ മുതൽ എവിടെ വരെ? ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം എന്താണ്? ഈ ഒരു ഹെൽത്ത് കെയർ ആവശ്യം കാരണം ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു ഫേം ജോബാണ്, പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഉറച്ച ജോലിയാണ്. ഫോർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിംഗ് ദ ഹെൽത്ത് കെയർ പോളിസി, ഒരു ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഉറച്ച ജോലിയാണ്. സെന്റൻസ് പറഞ്ഞേക്കണേ.
ഒരു ഹോസ്പിറ്റൽ മുതൽ നേഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഒരു ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഉറച്ച ഒരു ഉറച്ച ജോലിയാണ്, സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഉറച്ച സ്ഥിരമായ ഒരു ജോലിയാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേക്കാണ്. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്, നിങ്ങൾ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ്. അപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മേൽനോട്ടവും മാനേജ്മെന്റ് ആണ്. ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു മേൽനോട്ടവും മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങള് എന്തിനേക്ക് മേൽനോട്ടം വഹിക്കണം, ഓവർസൈറ്റ് മേൽനോട്ടവും മാനേജ്മെന്റും എന്തിനേക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ തന്നെ ചോദിക്കാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കണം? ആൻഡ് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്. അല്ലോ, മുഴുവൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും മേൽനോട്ടവും മാനേജ്മെന്റും. ഒന്നാമത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് മേൽനോട്ടം വഹിക്കുക, മാനേജ് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടതൊക്കെ എന്തൊക്കെയാ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എൻറ്റയർ ഹെൽത്ത് സിസ്റ്റം, മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും. ഇനി നോക്കി, സ്പെസിഫിക് ഫെസിലിറ്റി, പ്രത്യേക ഫെസിലിറ്റികളുടെ ഫിസിഷ്യൻ പ്രാക്ടീസ്, ഹോസ്പിറ്റല്, ഹോം ഹെൽത്ത് ഏജൻസി തുടങ്ങിയ പ്രത്യേക ഫെസിലിറ്റികളുടെ മേൽനോട്ടവും മാനേജ്മെന്റും, അതിന്റെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്. ഇനി സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ്, പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്, മേൽനോട്ടവും മാനേജ്മെന്റും. ഏതൊക്കെയാ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞേ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയക് കെയർ യൂണിറ്റ് തുടങ്ങിയ പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളുടെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും. സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ, പ്രത്യേക ക്ലിനിക്കൽ ഏരിയയുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ഏതൊക്കെ? ലൈക്ക് നേഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി തുടങ്ങിയ പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അടുത്ത് നോക്കിയേ, സ്പെസിഫിക് ഏരിയ like staffing, facility administration, admission and finance തുടങ്ങിയ പ്രത്യേക ഏരിയകള് അതിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും. നിങ്ങൾ ഷോർട്ട് ചെയ്തൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. അതിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്, സ്പെസിഫിക് ഫെസിലിറ്റീസ് അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. പിന്നെ അതിനകത്ത് ഇംപ്രൂവ് ചെയ്യണ ഏതാണെന്ന് കേട്ടോ. സ്പെസിഫിക് ഫെസിലിറ്റീസിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയയുടെ മേൽനോട്ടവും മാനേജ്മെന്റും, സ്പെസിഫിക് ഏരിയയുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. അത്രയും കാര്യങ്ങൾ ആ ഷോർട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഈ സെന്റൻസ് ഫുള്ളും ഇറ്റ് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. ഇത്രയും കാര്യങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇതും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഈ പോയിന്റ് വന്നിട്ട് ഇതിന്റെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ തത്വങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കുള്ളൂ. അല്ലാതെ വേറെ ഇതിൽ നിന്നും അങ്ങനെ ഇനി പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണെങ്കിലും ഇൻക്ലൂഡ് ചെയ്തതോ ഇൻക്ലൂഡ് ചെയ്യാത്തതോ എന്നൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പോയിന്റ് കാണുമ്പോൾ പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ. ഒന്നാമത്തെ നോക്കി, എന്താണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ്. ഇതിന് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല. അഥവാ ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നോക്കിയേ, ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം.
എന്താണ്? There should be healthy national health policy. എന്താണ് നാഷണൽ ഹെൽത്ത് പോളിസി? സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ് ഹെൽത്ത് പോളിസികൾ. നാഷണൽ ഹെൽത്ത് പോളിസികൾ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ് നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്താണ്? എങ്ങനെയായിരിക്കണം? അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഒരു നാഷണൽ ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി അങ്ങനെയായിരിക്കണം. It should be healthy national health policy. Sound health administrative structure may be framed for the implementation of the health policy. Sound എന്ന് അവിടെ ഉദ്ദേശിച്ച മികച്ച എന്നുള്ള മീനിങ് ആട്ടോ. ഒരു മികച്ച ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാം? ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ. ഈ ഹെൽത്ത് പോളിസി, നാഷണൽ ഹെൽത്ത് പോളിസി നടപ്പിലാക്കുന്നതിലൂടെ ഒരു മികച്ച ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നമുക്ക് ഫ്രെയിം ചെയ്യാം. ഒരു മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാം. എങ്ങനെ? എന്തിലൂടെ? ഹെൽത്ത് പോളിസി നടപ്പിലാക്കുന്നതിലൂടെ. ഒന്നാമത്തെ എന്താണ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്? ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ഇനി നമുക്കൊരു മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഈ ഹെൽത്ത് പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയേ, there should be integration of preventive and curative services at all administrative level. Preventive, curative പഠിച്ചിട്ടുള്ളതാണല്ലോ അല്ലെ? പ്രിവെന്റീവ് പ്രതിരോധം, ക്യൂറേറ്റീവ് രോഗശമനം അല്ലെ? എന്തായിരിക്കണം? എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലും, എല്ലാ ഭരണപരമായിട്ടുള്ള തലങ്ങളിലും പ്രിവെന്റീവ് പ്രതിരോധ രോഗശമന ഒരു സർവീസ്, ക്യൂറേറ്റീവ് സർവീസിന്റെ ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ഉണ്ടായിരിക്കണം. There should be integration of എന്തിന്റെ സംയോജനം? പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസസ്, രോഗശമന രോഗപ്രതിരോധ സേവനങ്ങള്, അതിന്റെ ഒരു സംയോജനം ഉണ്ടായിരിക്കണം അറ്റ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, എല്ലാ ഭരണപരമായിട്ടുള്ള തലങ്ങളിലും. ഇനി ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസിൽ വരുന്ന അടുത്ത പോയിന്റ് ആണ്, അതെങ്ങനെയായിരിക്കണം? There should be centralized direction and decentralized action. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കേന്ദ്രീകൃതമായിട്ടുള്ളതായിരിക്കണം. ഒരു സെന്റർ, ഒരു ഡയറക്ഷൻ കിട്ടാൻ ഒരു സെന്ററിൽ നിന്ന് ആയിരിക്കണം. എന്താണ്? ഉയർന്ന മാനേജ്മെന്റ് ആണ് ഭരണകാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ? ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആൻഡ് ഡീസെൻട്രലൈസ്ഡ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. വികേന്ദ്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും ആയിരിക്കണം. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം? ഷുഡ് ബി സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആൻഡ് ആക്ഷൻ എങ്ങനെയാണ്? ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ. ഇനി അഞ്ചാമത്തെ പോയിന്റ് കൂടി നോക്കിയേ, പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം? ഈ ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രയോറിറ്റി, മുൻഗണനാക്രമത്തിലായിരിക്കണം. അല്ലെങ്കിൽ പ്രയോറിറ്റീനെ നമ്മൾ ബേസ് ചെയ്തിട്ടായിരിക്കണം. ആൻഡ് മസ്റ്റ് മീറ്റ്, അവിടെ എന്താ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? എന്തിനാണ്? ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. അതാണ് ആളുകളുടെ ഹെൽത്ത് ആവശ്യകതകള്, ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ പാലിക്കുന്ന രീതിയിൽ, അതിന് മുൻഗണന കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യേണ്ടത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം.
അങ്ങനെയായിരിക്കണം നമ്മളൊരു ഹെൽത്ത് പ്രോഗ്രാം ആസൂത്രണം ചെയ്യേണ്ടത്. പ്ലാന്റ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി എങ്ങനെ ആസൂത്രണം ചെയ്യേണ്ടത്? ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. പ്രയോറിറ്റി മുൻഗണന ബേസ് ചെയ്തിട്ട് എന്തിനാ മുൻഗണന നമ്മൾ കൊടുക്കണ്ടേ? ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സിനെ പാലിക്കുന്ന രീതിയിൽ, അതിനെ മുൻഗണന കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഓരോ ഹെൽത്ത് പ്രോഗ്രാമും ആസൂത്രണം ചെയ്യേണ്ടത്. 5 പോയിന്റ്സ് ആ പറഞ്ഞത്. 5 പോയിന്റ്സും ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. അഥവാ ചോദിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് പറയാൻ പറഞ്ഞു. അത് ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഒന്നാമത്തെ സെന്റൻസിന്റെ ലാസ്റ്റ് തുടങ്ങി പറഞ്ഞു പോകണം നമ്മള്. എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ഹെൽത്ത് സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റലിന്റെ, ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഡർഷിപ്പ്, നേതൃത്വം, അതിന്റെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡ് ആണ് ഏത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർ എന്ത് ചെയ്യണം? ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. ഫോർമുലേറ്റ് രൂപപ്പെടുത്തുക, കൺട്രോൾ നിയന്ത്രിക്കുക, കോർഡിനേറ്റ് ചെയ്യുക, വിഭജിക്കുക. മെഡിക്കൽ ഹെൽത്ത് സർവീസസിനെ രൂപപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും വേണം. ഇനി ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ് അത് കൈകാര്യം ചെയ്യണം. ഇനി അതുവഴി ആർക്കൊക്കെയാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അവരും ഫിസിഷ്യനും തമ്മിലൊരു കണക്ഷൻ, നല്ലൊരു ബന്ധം സൃഷ്ടിക്കണം, ക്രിയേറ്റ് ചെയ്യണം. ഇനി ഈ കാര്യങ്ങളെല്ലാം ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ഒരു ബിസിനസ് സ്കിൽസിന് ഒരു വിശാലമായ ബാക്ക്ഗ്രൗണ്ട് വേണം. അതുപോലെ ഹെൽത്ത് കെയർ ഫീൽഡിന് ഒരു നല്ലൊരു നോളജും വേണം. ഓക്കെ, നെറ്റ് ഉണ്ടായിരുന്നില്ല, വൈകിയാണ് കയറിയെന്ന് പറഞ്ഞ് ഒരു കുട്ടി ഇവിടെ മെസ്സേജ് ചെയ്തിട്ട് ഒന്നാമത്തെ പാരഗ്രാഫ് മഞ്ജുഷ അല്ലെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നുള്ളൂ. ഈ മോള് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ക്ലാസ് കേൾക്കാം കേട്ടോ, അപ്പൊ ക്ലിയർ ആയിക്കോളും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. മൊത്തത്തിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഒരു ചാപ്റ്ററുകൾ 3 ചാപ്റ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വേറൊരു ചാപ്റ്റർ ഉണ്ട്, ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് ആദ്യം കുറെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക, അണ്ടർലൈൻ ചെയ്യാനുള്ളത് നോക്കുക, മോക്ക് ടെസ്റ്റുകൾ തരുന്നത് കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയുടെ പ്രിൻസിപ്പിൾസിന്റെ 5 പോയിന്റ്സ് വരെ നമ്മൾ പറഞ്ഞത്. അപ്പോ ഓരോ ഹെൽത്ത് പ്രോഗ്രാമും നമ്മൾ എങ്ങനെ വേണം ആസൂത്രണം ചെയ്യാൻ? എങ്ങനെ വേണം? ആളുകളുടെ റിക്വയർമെന്റ്സ് അതിനെ പാലിക്കുന്ന രീതിയിലായിരിക്കണം. അവിടുത്തെ ആളുകളുടെ പേഷ്യൻസിന്റെ ആവശ്യകതകളെ പാലിക്കുന്ന രീതിയിൽ, അതിന് മുൻഗണന നൽകുന്ന രീതിയിലുള്ള ഹെൽത്ത് പ്രോഗ്രാം വേണം പ്ലാൻ ചെയ്യാൻ. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഇന്ന് തന്നെ വായിച്ചു വെക്കണം ഇത്. ഓക്കെ.